ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ മഹാദേവ് വന്നു. ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമായി പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാൻ ഭീകരന്മാർ ഇന്ത്യയിൽ വന്ന് 29ഓളം ആളുകളെ കൊന്ന്, പ്രത്യേകിച്ച് സിന്ദൂരം ഇട്ടിട്ടുള്ള സ്ത്രീകളെയൊക്കെ നോക്കി ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തി, പിന്നെ അതുപോലെ തന്നെ ഖൽബ ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഹിന്ദുക്കളാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കുറച്ച് പേരെ കൊന്നത്. അപ്പോൾ അങ്ങനെ കൊന്നതിൻ്റെ 97-ാം നാൾ, ഏകദേശം 100 ദിവസത്തേക്ക് അടുക്കുന്നു. 97-ാം നാൾ ഭീകരാക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭീകരനെ നമുക്ക് 3 പേരെ വധിച്ചു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭീകരൻ പാകിസ്ഥാൻ മുൻ കമാൻഡോ കൂടിയായിട്ടുള്ള ഹാഷിം മൂസ. അദ്ദേഹം പാകിസ്ഥാൻ കരസേനയിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ SSG സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡർ കൂടിയാണ്. അദ്ദേഹത്തെ വധിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ യുദ്ധമുറകളിലും പ്രവൃത്തികളിലും അതീവ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ സിഗ്നലിലുണ്ടായിരുന്ന പഹൽഗാം ആക്രമണത്തിൽ ഉപയോഗിച്ച സാങ്കേതിക സിഗ്നലിന് സമാനമായ ഒന്ന് ജൂലൈ ആദ്യവാരം ലഭിച്ച ശൃംഖലയിൽ തുടങ്ങി അങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ ആ കാട്ടിനകത്തു നിന്നാണ്, കാശ്മീരിനകത്തു നിന്നുള്ള തന്നെ ഒരു കാട്ടിനകത്തു നിന്നാണ് ഈ നമ്മുടെ ഹാഷിമിനെ പിടിച്ച് വധിക്കുക എന്നുള്ള അവസരമുണ്ടായത്. 3 ഭീകരരെയാണ് രാവിലെ 11 മണിയോട് ശ്രീനഗർ ഹാർവാനിൽ ദച്ചിങ്കാം ദേശീയ പാർക്കിന് സമീപമുള്ള ദുർഗ വനമേഖലയിൽ വെച്ച് 3 ഭീകരരെയാണ് കൊല്ലാൻ കഴിഞ്ഞത്. അത് ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് ഇതിനകത്ത് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ 3 ഭീകരരെ വധിക്കുവാൻ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അവർക്ക് ഭീകരനായ, അതായത് ഒന്ന് ലഷ്കർ-എ തോയ്ബയുടെ ഭീകരനായ ജിബ്രാൻ അലി, പിന്നെ അതുപോലെ തന്നെ ദേശീയ പാർക്കിന് സമീപം വെച്ചാണ് കൊന്നത്. ഞാൻ പറഞ്ഞു ജിബ്രാനും അലിയും 2 പേരാണ്. ജിബ്രാൻ അലി ഒരാളല്ല, ജിബ്രാനും അലിയും 2 പേരാണ്. അവർ 2 പേരെയും കൊല്ലാൻ കഴിഞ്ഞു. പിന്നെ ഈ ഹാഷിമിനെ 3 പേരെ വധിക്കാൻ കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് ഈ ഭീകരർ എന്ന് വലിയ ചോദ്യമാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും MA ബേബി അടക്കമുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. അതിനെല്ലാം ഉത്തരമായി ഇപ്പോൾ ഒരു ഹാഷിമിനെ കൊന്നിരിക്കുന്നു. ഇനിയും ആളുകളെ പിടിക്കുവാനുണ്ട്. എന്തായാലും ഓപ്പറേഷൻ മഹാദേവ് വളരെ ഗൗരവമായി ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട്. 29 അല്ല 26 പേരെയാണെന്ന് ഏപ്രിൽ 22-ന് പഹൽഗാമിൽ കൊല ചെയ്യപ്പെട്ടത്. 20 ലക്ഷം രൂപയാണ് ഇവരുടെ തലയ്ക്ക് ഇവരെ പിടിച്ചു കൊടുത്താൽ ഇനാമായി പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും 97 ദിവസമാകുമ്പോൾ ഈ മൂസയെക്കുറിച്ചുള്ള വിവരം നൽകി, മൂസയെക്കുറിച്ചുള്ള വിവരം കിട്ടി, സിഗ്നൽ വെച്ചുകൊണ്ടുള്ള വിവരം കിട്ടി. ആ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വധിക്കുവാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത തന്ത്രമെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ മഹാദേവ് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിലൂടെ ഈ പറയുന്ന ബാക്കി ഭീകരന്മാരെ കൊല്ലുക എന്ന് മാത്രമല്ല, വധിക്കുക എന്ന് മാത്രമല്ല, കാശ്മീരിനെ മോചിപ്പിക്കുകയും പാകിസ്ഥാൻ്റെ ഭീകരവാദം ഒരു കാരണവശാലും ഭാരതത്തിൽ അനുവദിക്കില്ല എന്നുള്ള വളരെ ഗൗരവതരമായ ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെ രസകരമായി നടപ്പിലാക്കുന്നു. കൗതുകത്തോടുകൂടി ഭാരതത്തിലെ കമാൻഡോകൾ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ മഹാദേവിലൂടെ നടപ്പിലാക്കുന്നു എന്നുള്ളത് നമുക്ക് ചാരിതാർത്ഥ്യജനകമാണ്. ഭീകരവാദികളെ തീർച്ചയായും ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കേണ്ടതാണ്. എന്തായാലും കാശ്മീരിൽ നമ്മുടെ പഹൽഗാമിൽ നമ്മുടെ സഹോദരന്മാരെ വധിച്ചിട്ടുള്ള ഈ പഹൽഗാം ഭീകരവാദികളെ പെടുന്നവരെ കൊല്ലുന്നത് അവർ അത് അർഹിക്കുന്നു. തീർച്ചയായിട്ടും അവരെ കൃത്യമായി വധിക്കുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധവും കൂടുതൽ നമ്മുടെ സേനയോടും സംവിധാനങ്ങളോടും ആദരവും ബഹുമാനവും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്.